ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആശ. ഇന്ന് നമുക്ക് സ്വിച്ച് വേർഡ്സുകളെ കുറിച്ച് സംസാരിക്കാം. നിങ്ങൾ ഒരുപാട് പേരെന്നോട് ചോദിച്ചിട്ടുണ്ട് സ്വിച്ച് വേർഡ്സിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യാമോ എന്ന്. നിങ്ങളുടെ ആഗ്രഹാനുസരണം ഞാനിതാ വീഡിയോ ചെയ്യുകയാണ്. എല്ലാം ശ്രദ്ധിച്ച് കേട്ടിട്ട് പ്രാക്ടീസൊക്കെ നന്നായിട്ട് ചെയ്യുക കേട്ടോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും ഓഡിയോസും നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട്, ഉപകാരപ്രദമാകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നമ്മളതങ്ങ് മറന്നു പോകും. അതുകൊണ്ട് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കൂ, ഒപ്പം ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നതായിരിക്കും. പിന്നെ എൻ്റെ ആശാ ജി കുമാർ എന്ന ഈ ചാനലിൻ്റെ ഇതുവരെയുള്ള വിജയത്തിന് നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ സപ്പോർട്ടിനും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ഇനിയും മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങൾ കൂടെ ഉണ്ടാകുന്നുള്ള പരിപൂർണ വിശ്വാസം എനിക്കുണ്ട്. ഞാൻ പറഞ്ഞു തരുന്ന ഓരോ അറിവും നിങ്ങളുടെ ജീവിതത്തിൽ വിജയമായി വെളിച്ചമായിട്ട് എന്നും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കുമെന്ന് വാശിയോടുകൂടി ജീവിക്കുക കേട്ടോ. ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുക. നിങ്ങൾ ജീവിച്ചു വന്ന സാഹചര്യം എന്തു തന്നെ ആയിക്കോട്ടെ, ഇപ്പം നിലവിൽ നിൽക്കുന്ന സാഹചര്യം എന്തു തന്നെ ആയിക്കോട്ടെ, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എപ്പോഴും ഈ ഭൂമിയിലെ ജീവിതം മനോഹരമായിട്ട് ആസ്വദിക്കുന്ന ഒരു ജീവിതത്തെക്കുറിച്ചിട്ടായിരിക്കണം അങ്ങോട്ടേക്ക് യാത്ര പോവുക. ഇതിനിടയിൽ പല വ്യക്തികളും സാഹചര്യങ്ങളും നിങ്ങളെ തളർത്തുന്ന രീതിയിൽ വന്നു എന്ന് വരാം. പക്ഷെ അവരെയൊക്കെ തിരുത്തി, അവരെയൊക്കെ സത്യം മനസ്സിലാക്കിയിട്ടേ നിങ്ങൾ മുന്നോട്ട് പോകുള്ളൂ എന്ന് വാശി പിടിച്ചാൽ ടൈമാണ്, സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സമയം എന്താണ് പാഴായി പോവുകയും ചെയ്യും. ഇനി ഒരു പക്ഷേ അവരത് വിശ്വസിച്ചില്ല എങ്കിൽ അതും പാട്. അതുകൊണ്ട് അതിനൊന്നും നിൽക്കണ്ട. ഓക്കെ, പറഞ്ഞു നോക്കുക. നിങ്ങളുടെ സത്യസന്ധത തെളിയിക്കാൻ ഒരു തവണ പറയുക, വിട്ടേക്കുക. വീണ്ടും നിങ്ങൾ ലക്ഷ്യം നോക്കി മുന്നോട്ട് തന്നെ പോവുക. വേർഡ്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജെയിംസ് ടി മാങ്കൻ ആണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകമായ ദ സീക്രട്ട് ഓഫ് പെർഫെക്റ്റ് ലിവിങ് എന്ന ആ ഒരു പുസ്തകത്തിൽ ഈ സ്വിച്ച് വേർഡ്സിനെ കുറിച്ചിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സ്വിച്ച് വേർഡ്സ് ഇത് അത്യാവശ്യം നമ്മൾ ഇത്രയും അറിഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ആ പുസ്തകം അദ്ദേഹമാണ് ശരിക്കും ഈ ഒരു സ്വിച്ച് വേർഡ് ലോകത്തിന് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്വിച്ച് വേർഡ്സിൽ പറയുന്ന വെച്ചാൽ ഓരോ വേർഡ്സിനും ഓരോ ഫ്രീക്വൻസി ഉണ്ട്. അതനുസരിച്ചാണ് നമ്മളിൽ അത് സബ് കോൺഷ്യസ് മൈൻഡിൽ മാറ്റം വരുത്തുന്നതും നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നു. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. സ്വിച്ച് എന്ന് പറഞ്ഞാൽ മാറുക എന്നാണ് അർത്ഥം. വേർഡ്സ് എന്ന് പറഞ്ഞാൽ വാക്കുകൾ. അതായത് നമ്മുടെ മനസ്സിൽ സ്വിച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ലൈറ്റ് കത്തുന്നു, അല്ലെങ്കിൽ ഓഫ് ആക്കുമ്പോൾ അത് അണയുന്നു. അതായത് ഒരു ഫ്രീക്വൻസിയിൽ നിന്നും മറ്റൊരു ഫ്രീക്വൻസിയിലേക്ക് നമ്മുടെ മനസ്സിനെ മാറ്റുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന വേർഡ്സുകളാണ് സ്വിച്ച് വേർഡ്സ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്കൊരു ഉദാഹരണം നോക്കാം. നമ്മളിപ്പോൾ വളരെ ഡൗൺ ആയി അല്ലെങ്കിൽ ഒരു വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾക്കുകയോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരാളെ കാണുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് അവരോട് സംസാരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് പെട്ടെന്ന് നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു മനസ്സിലേക്ക് വരാം. ചിലപ്പോൾ ആ പാട്ടിലൂടെ തന്നെ നമുക്ക് ആ ഒരു പഴയ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു മനസ്സ് മാറി വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു മനസ്സിലേക്ക് നമ്മളിങ്ങനെ മാറുന്നത് കാണാം. ഇതൊരു സ്വിച്ച് ചെയ്യുന്നതാണ്, ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് നമ്മളെ മാറ്റുകയാണ്. ഓക്കെ, ഇതുപോലെ ചിലപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ട് മനസ്സൊരു ഡള്ളായിരിക്കുന്ന സമയത്ത് പ്രകൃതി നല്ലോണം ഒന്ന് ആസ്വദിച്ചാൽ, അല്ലെങ്കിൽ കുഞ്ഞി പിള്ളേരെ കാണുന്നത് വലിയ ഇഷ്ടമാണ്. അപ്പം ഈ കുഞ്ഞി പിള്ളേരുടെ ഈ ഓരോ പെരുമാറ്റവും അവരുടെ സംസാരവും ഒക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സ് മാറും. അതുപോലെ തന്നെയാണ് പ്രകൃതി നോക്കി നിൽക്കുമ്പോഴും പെട്ടെന്ന് ഫ്രീക്വൻസി ചേഞ്ച് ആക്കാൻ. അപ്പം ഇതെല്ലാം സ്വിച്ച് എന്ന വേർഡിൻ്റെ ശരിക്കുള്ള അർത്ഥം അവിടെയാണ്. അതായത് ഒരു ഫ്രീക്വൻസിയിൽ നിന്നും മറ്റൊരു ഫ്രീക്വൻസിയിലേക്ക് നമ്മളെ മാറ്റുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള വേർഡ്സുകളാണ് സ്വിച്ച് വേർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ ഓരോ വേർഡ്സിനും ഓരോ ഫ്രീക്വൻസി ഉണ്ട്. അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പോയി റീപ്രോഗ്രാമിംഗ് ചെയ്ത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ ഫ്രീക്വൻസിയിലേക്ക് നമ്മളെ എത്തിച്ചിട്ട് ആ കാര്യം നമ്മളിലേക്ക് തരുന്നു. അതാണ് ഇവിടെ സ്വിച്ച് വേർഡ്സിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറയാൻ. ഓക്കെ, ഇപ്പം നമ്മൾ പണത്തിന് വേണ്ടിയിട്ട് സ്വിച്ച് വേർഡ്സ് പറയുമ്പോൾ നമ്മൾ ശരിക്കും ഇപ്പോൾ ഇരിക്കുന്നത് പണത്തെ ചൊല്ലി വിഷമിച്ചിട്ടാണ് എങ്കിൽ ഇത് ശരിക്കും പറയുന്നത് ഈ സ്വിച്ച് വേർഡ്സ് പറയുമ്പോൾ അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പോയി നമ്മുടെ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്ത് പണം വരുന്ന ഒരു ഫ്രീക്വൻസിയിലേക്ക് എത്തിക്കുകയും അങ്ങനെ അതിൻ്റെ ഒരു പവർ കാരണം നമ്മളിലേക്ക് പണം വരും എന്നാണ് പറയുന്നത്. എന്ത് തന്നെയാണെങ്കിലും സ്വിച്ച് വേർഡ്സ് നമുക്ക് എല്ലാവർക്കും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് നമുക്കറിയാം വളരെ പവർഫുള്ളാണ്, നല്ല റിസൾട്ടും ഉള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് സ്വിച്ച് വേർഡ്സിനെ കുറിച്ച് അടിസ്ഥാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി ഇതിൻ്റെ പ്രാക്ടീസിനെ കുറിച്ചിട്ട് ഞാൻ വിട്ടു പോകുന്നതുകൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്, അതാണ് ഞാൻ നോക്കുന്നത് കേട്ടോ. സ്വിച്ച് വേർഡ്സ് സാധാരണയായിട്ട്
പല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം. ഒന്ന് എഴുതുക. എഴുതുമ്പോൾ നിങ്ങൾ പറഞ്ഞുകൊണ്ട് എഴുതുക. എന്നിങ്ങനെ ചാൻറ്റ് ചെയ്തുകൊണ്ടേ നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് കേൾക്കാം. ഇന്നിങ്ങനെ കേട്ടുകൊണ്ട് നിങ്ങൾക്ക് സ്വയം അതിനൊപ്പം പറയുകയും ചെയ്യും. ഈ പറയുമ്പോഴൊന്നും ശരിക്കും പറഞ്ഞാൽ സ്വിച്ച് വേർഡ്സുകൾ പറയുമ്പോൾ വിഷ്വലൈസേഷൻ കൊടുക്കണ്ട എന്നാണ് പറയുന്നത്. എന്നാൽ കൂടിയും അതിന് തൊട്ട് മുൻപ് നിങ്ങൾ എന്താണ് ആഗ്രഹം എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു വിഷ്വലൈസേഷൻ കൊടുത്തേക്കൂ കേട്ടോ. അപ്പം പിന്നെ ഒന്ന് പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പല മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ ഉപയോഗിക്കാം. അതിനു മുൻപ് മറ്റൊരു പ്രാക്ടീസ് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഇടത് കൈത്തണ്ടയിലോ ഇടത് ശരീരഭാഗത്തോ ഇത് എഴുതുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, പണത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ ഗ്രീൻ കളർ പെന്നും റിലേഷൻഷിപ്പിനാണെങ്കിൽ പിങ്കോ റെഡോ ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നു. ഇനി ഒന്നും കിട്ടിയില്ലെങ്കിൽ ബ്ലൂ കളർ പെന്നു കൊണ്ട് എഴുതാം, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് പ്രാക്ടീസ് ചെയ്യുന്ന രീതി. 28 തവണ അല്ലെങ്കിൽ 53 തവണ 108 തവണയൊക്കെ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു നമ്പേഴ്സ് ഒന്നും ഞാൻ ഫോളോ ചെയ്തിട്ടില്ല. കാരണം എനിക്ക് കിട്ടുന്ന സമയം അനുസരിച്ച് ഞാനിങ്ങനെ ആത്മാർത്ഥമായിട്ട് വളരെയധികം നിങ്ങളുടെ ഫ്രീക്വൻസി ഒന്ന് ശ്രദ്ധിച്ചോളൂ. നിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി തന്നെ ചാൻറ്റ് ചെയ്യുക കേട്ടോ. സമാധാനമായിട്ട് ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ ജോലിയുടെ ഇടയിൽ തന്നെ നിങ്ങൾക്ക് ചാൻറ്റ് ചെയ്യാം. പക്ഷെ അപ്പോഴും ആ പറയുന്ന കാര്യത്തെക്കുറിച്ച് ഓർത്ത് സന്തോഷിച്ചുകൊണ്ട് നിങ്ങൾ ചാൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. പിന്നെ ഇത് മറ്റൊരു വാട്ടർ ബോട്ടിൽ ടെക്നിക്ക് നിങ്ങൾക്കറിയാലോ. ഏതെങ്കിലും ഒരു വാട്ടർ ബോട്ടിൽ എടുത്തിട്ട് അതിൽ ഈ സ്വിച്ച് ബോർഡ് എഴുതി ഒട്ടിക്കുക. ഒന്നുകിൽ മാർക്കർ പെൻ ഉപയോഗിച്ചോ അല്ലെങ്കിൽ പേപ്പറിൽ എഴുതി ഒട്ടിക്കുക. എന്നിട്ട് അതിൽ വെള്ളം നിറച്ച് വെച്ചിട്ട് നിങ്ങൾ അതിൽ നിന്ന് വെള്ളം കുടിക്കുക. അത് നല്ലതാണെന്ന് അതും നല്ലതാണ്. അതുപോലെ തന്നെ പില്ലോയുടെ അടിയിൽ നിങ്ങൾ ഒരു ആഗ്രഹം നേടിയെടുക്കുന്നത് വരെയും പില്ലോയുടെ അടിയിൽ ഇതൊരു പേന കൊണ്ട് എഴുതി വെക്കുന്നതും നല്ലതാണ്. പില്ലോ കവർ കഴുകുമ്പോൾ ഇതിനെടുത്ത് മാറ്റിയിട്ട് അടുത്ത പില്ലോ കവറിനകത്തേക്ക് വയ്ക്കുക കേട്ടോ. ഇനി അതിന് സംശയം വരരുത്. അതുപോലെ തന്നെ വാൾപേപ്പറായിട്ട് നിങ്ങൾക്കിത് സെറ്റ് ചെയ്യാം. ഈ സ്വിച്ച് വേർഡ്സ് നിങ്ങളുടെ മൊബൈലിൽ വാൾപേപ്പറായിട്ട്. അപ്പോൾ എപ്പോഴും കാണുമ്പോൾ നമ്മൾ അറിയാതെ അത് ചാൻറ്റ് ചെയ്യും അല്ലെങ്കിൽ ഓർമ്മിക്കും. അത് വളരെ നല്ലതാണ്. വിഷൻ ബോർഡിൽ എഴുതി വയ്ക്കാം. നിങ്ങൾക്ക് വളരെ തെളിഞ്ഞ അക്ഷരത്തിൽ എഴുതി വയ്ക്കാം. അതുപോലെ മാജിക് ബോക്സ് ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ മാജിക് ബോക്സിനകത്ത് നിങ്ങൾക്ക് എഴുതി അതിനകത്ത് മാജിക് ബോക്സിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ പിന്നെ പ്രത്യേകിച്ച് ഇതിനൊരു ടൈം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ടൈം ഇല്ല കേട്ടോ. നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾക്ക് സമയം കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, നമുക്ക് ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും അവരുടെ കാര്യം എന്താണോ അതിനൊന്ന് വിഷ്വലൈസേഷൻ ചെയ്തിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് സ്വിച്ച് ബോർഡ് ചാൻറ്റ് ചെയ്യാം. നിങ്ങളുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വൈഫിന് വേണ്ടിയിട്ടോ മക്കൾക്ക് വേണ്ടിയിട്ടോ ബ്രദറിന് വേണ്ടിയിട്ടോ സിസ്റ്ററിന് വേണ്ടിയിട്ടോ അമ്മയ്ക്ക് വേണ്ടിയിട്ടോ അച്ഛന് വേണ്ടിയിട്ടോ ആർക്ക് വേണമെങ്കിലും നിങ്ങൾ ആ മനസ്സിൽ ആ ഒരു കാര്യം ഒന്ന് കാണിക്കുക. മനസ്സിൽ പറയുക, എൻ്റെ അമ്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ അച്ഛന് വേണ്ടിയിട്ടെന്ന് ആണ് ഞാൻ ഈ സ്വിച്ച് ബോർഡ് ചാൻറ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും എൻ്റെ റിസൾട്ട് കിട്ടുന്നുള്ള പരിപൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അത് നേടിയെടുത്ത് കഴിഞ്ഞു ജസ്റ്റ് ഒന്ന് ചിന്തിച്ചിട്ട് ചാൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ. അപ്പം പിന്നെ ഓരോ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു സ്വിച്ച് ബോർഡ് പറഞ്ഞാൽ മതി. കൂടിപ്പോയി 1-2 സ്വിച്ച് ബോർഡ് മതി. കാരണം നിങ്ങൾക്ക് അല്ലെങ്കിൽ എല്ലാം കൂടെ കൺഫ്യൂഷൻ. ഇപ്പോൾ ഇന്ന് കോൺവെലക്സ മാത്രമേ ഉപയോഗിച്ചുള്ളൂ, റഷ് കൗണ്ട് പറഞ്ഞില്ലല്ലോ, അങ്ങനെയൊന്നുമില്ല. ഇപ്പം മണിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ കോൺവെലക്സയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് കോൺവെലക്സ മാത്രം പറഞ്ഞാൽ മതി. ഇപ്പോൾ 1-2 പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ല. എന്നാലും ഞാൻ പറയുന്നു, നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഒരു സ്വിച്ച് ബോർഡ് മാത്രം യൂസ് ചെയ്താൽ മതി. ഓക്കെ. ഇനി ഒരു ദിവസം 1 മുതൽ 3 വരെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്വിച്ച് വേർഡ്സ് യൂസ് ചെയ്യാം. ഇപ്പം 4 യൂസ് ചെയ്തു എന്ന് പറഞ്ഞ് കുഴപ്പമില്ല. പക്ഷെ എല്ലാം കൂടെ മനസ്സിന് കൺഫ്യൂഷൻ ആവും. ആദ്യം നിങ്ങൾ പണത്തിന് ചെയ്യും, പിന്നെ റിലേഷൻഷിപ്പിന് ചെയ്യും, മക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്യും, ജോബിന് വേണ്ടിയിട്ട് ചെയ്യും. ഇതെല്ലാം കൂടെ നമ്മൾ മനസ്സിങ്ങനെ ചിന്തിക്കും, ഇതിൽ ഏതാണ് വേണ്ടതെന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ നമ്മുടെ മനസ്സിന് കൊടുക്കരുത് ഒരിക്കലും. അത് തന്നെ ഒരു സംശയത്തിൽ നിൽക്കും അവസാനം. അതുകൊണ്ട് കഴിയുന്നതും മനസ്സിന് ഇങ്ങനെ ഒരു സങ്കടകരമായ ഒരു അവസ്ഥയെ കൊണ്ട് നിർത്താതെ വളരെ ശാന്തമായിട്ട് മനസ്സെല്ലാം ഉൾക്കൊള്ളുന്ന രീതിയിൽ 1-3 കാര്യങ്ങൾക്ക് ഒരു ദിവസം നിങ്ങൾക്ക് സ്വിച്ച് ബോർഡ് ചാൻറ്റ് ചെയ്യാം കേട്ടോ. സ്വിച്ച് ബോർഡ്സുകളെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. സ്വിച്ച് ബോർഡ്സുകൾ എല്ലാ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്വിച്ച് ബോർഡ്സുകളുണ്ട്. ഇപ്പോൾ ജോബ്, മനസ്സിൻ്റെ സമാധാനം, സന്തോഷം, റിലേഷൻഷിപ്പ്, വീട്, കാറ്, എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്വിച്ച് ബോർഡ്സുകളും ഉണ്ട്. അപ്പോൾ ഞാൻ തന്നെ കുറേ സ്വിച്ച് ബോർഡ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളതൊക്കെ ഒന്ന് പോയി നോക്കുക. ഇനി വരുന്ന ദിവസങ്ങളിൽ ധാരാളം സ്വിച്ച് ബോർഡ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ സ്വിച്ച് ബോർഡ്സിനോടൊപ്പം അഫർമേഷൻസ്, അതേ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള അഫർമേഷനും പറയുക കേട്ടോ. അപ്പോൾ
ഇത് നിരന്തരം എന്നും നമ്മൾ ജോലി ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മുടെ മനസ്സിലെ ആഗ്രഹം എന്താണെന്നുള്ളൊരു ശരിക്കും ചെറുതായിട്ടൊരു വിഷ്വലൈസേഷൻ കൊടുത്തിട്ട് നിങ്ങൾ ആവർത്തിച്ച് ആ ശബ്ദത്തിനാണ് പ്രാധാന്യം, അല്ലെങ്കിൽ ആ ഒരു വാക്കുകൾക്ക് പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ശബ്ദം ഉണ്ടാക്കി പറയുന്നത്, ഉറക്കെയല്ല, അത്യാവശ്യം ശബ്ദം ഉണ്ടാക്കി പറയുന്നത് കുറച്ച് നല്ലതായിരിക്കും. അല്ലെങ്കിൽ മനസ്സിൽ ചാൻറ്റ് ചെയ്താൽ മതി, എന്നാലും ആ ശബ്ദത്തിനൊരു എനർജി ഉണ്ട്, അപ്പോൾ ഒരു ഫ്രീക്വൻസി ഉണ്ട്. അത് നമ്മളിലേക്ക് പെട്ടെന്ന് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പോവുകയും മാനിഫെസ്റ്റ് ആവുകയും ചെയ്യും. അതുകൊണ്ട് കഴിയുന്നതും ഉറക്കെ പറയാനും അതുപോലെ എഴുതാനും ശ്രമിക്കുക, രണ്ടും മറന്നു പോകരുത്. പിന്നെ ഈ സ്വിച്ച് വേർഡ്സുകളും ഏഞ്ചൽ നമ്പേഴ്സും എനർജി സർക്കിളിനകത്ത് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. അതിൻ്റെ വീഡിയോസും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ഒരുപാട് സ്വിച്ച് വേർഡ്സും എനർജി സർക്കിൾസും പ്രാക്ടീസുകളും ഒക്കെ പറഞ്ഞു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പ് ക്ലാസ്സിൽ ചേരണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ സെപ്റ്റംബർ 26 എൻ്റെ വാട്സപ്പ് ക്ലാസ്സിൻ്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. വാട്സപ്പ് ക്ലാസ് അറിയാലോ, നമുക്ക് ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ ആ സമയത്ത് നമ്മൾ ക്ലാസ്സിലുണ്ടായിരിക്കണം. ഇത് അങ്ങനെ ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് അന്നേരം നിങ്ങൾക്കത് കേട്ടിട്ട് അതിൻ്റെ പ്രാക്ടീസൊക്കെ മനസ്സിലാക്കി ചെയ്യാവുന്നതാണ്. എല്ലാ കാര്യങ്ങളും വോയിസ് റെക്കോർഡുകളായിട്ട് വരും. ഇപ്പം പീസ് ഓഫ് മൈൻഡ്, ജോബ്, റിലേഷൻഷിപ്പ്, അതുപോലെ പണം, ഹെൽത്ത്, വെൽത്ത്, എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള അഫോർമേഷൻസ്, സ്വിച്ച് ബോർഡ്, സ്ക്രിപ്റ്റിങ്, അതിൻ്റെ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് എല്ലാം അതിനകത്ത് വരും. നിങ്ങൾക്കത് സാവധാനം കേട്ടതിന് ശേഷം അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഈ ഗ്രൂപ്പിലാണ് എല്ലാ വോയിസുകളും വരുന്നത്. ആ ഗ്രൂപ്പ് ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആ വോയിസുകളൊക്കെ എടുത്ത് കേൾക്കാവുന്നതാണ്. അപ്പോൾ ആ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക, ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.